വെൽക്കം ബാക്ക് ടു Onevestor. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും ഇപ്പോൾ ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൊറോണ വൈറസ് ആണ്. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് ഈ 2020 ക്രാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇനി വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. കാരണം 2008 മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ നിന്ന് 60% ആണ് കറക്റ്റ് ചെയ്തത്. സോ ഇന്നത്തെ ലെവൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പം അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 12,430 ലെവൽസിൽ നിന്ന് 60%ഓ 50%ഓ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 6,000ഓ അല്ലെങ്കിൽ ഒരു 5,000 ലെവലിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഭയം. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. അതായത് ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനിയിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, മിഡ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതൊരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെ പലതും. പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇതെന്ന്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് 8,000 അറൗണ്ട് ആണ്. ഇനി 8,000 നിന്ന് 6,000 അതോ 4,000 അതോ ഇനി 10,000 അതോ 12,000 അതോ ഇനി ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ആയിട്ട് 15,000 പോകുന്നതെന്നുള്ളത് എനിക്കെന്നല്ല ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ മാർക്കറ്റ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് എപ്പോൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതും ആർക്കും പറയാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും അതുപോലെ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും പ്രീവിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ് എല്ലാം ചെക്ക് ചെയ്താൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ US സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയ 1929 ഗ്രേറ്റ് ഡിപ്രഷനിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ US സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ബുൾ റണ്ണും അതുപോലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും 1929 ആയിരുന്നു. കാരണം ഡൗ ജോൺസ് അതിൻ്റെ ഓൾ ടൈം ഹൈന്ന് 80% ആണ് അന്ന് കറക്റ്റ് ചെയ്തത്. അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 25 വർഷമാണ് വേണ്ടി വന്നത്. അത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറിനെ പറ്റി പറയാനായിട്ടാണ്. മാർക്കറ്റ് ഇനി ഒരു ഫ്രഷ് ലോ ആണോ അതൊരു ഫ്രഷ് ഹൈ ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും അതുപോലെ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 1929 അമേരിക്കയിൽ സംഭവിച്ച സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. 1923 ഡൗ ജോൺസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 86 ആയിരുന്നു. അതിനുശേഷം ഒരു 6 വർഷത്തെ ബുൾ മാർക്കറ്റായിരുന്നു. സോ 1929 ഡൗ ജോൺസ് 4 ഇരട്ടി കൂടിയിട്ട് 381 ലെവൽസിലോട്ടാണ് എത്തിയത്. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ബൂം കാണുന്ന പോലെ തന്നെയാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഡൗ ജോൺസ് 86 നിന്ന് 4 ഇരട്ടി കൂടിയിട്ട് 381 ലെവൽസിലോട്ട് പോയത്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു ബുൾ റൺ ആയിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. അത് 6 വർഷത്തോളം നീണ്ടു നിന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് അമേരിക്കൻ എക്കോണമി ഒരു റിസഷനിലോട്ടും പിന്നെ ഒരു ഡിപ്രഷനിലോട്ടും നയിച്ചു. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്ത 3 വർഷം താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഡൗ ജോൺസ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 381 ലെവൽസിൽ നിന്ന് 42 ലെവൽസിലോട്ടാണ് വന്നത്. അത് 3 വർഷം കൊണ്ട്. ആ 42 എന്ന് പറയുന്നത് ആ റാലി സ്റ്റാർട്ട് ചെയ്ത ലെവലിനേക്കാളും 50% താഴെയായിരുന്നു. സോ റാലി സ്റ്റാർട്ട് ചെയ്തത് 1923 86 ലെവലിലായിരുന്നു. അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 1929 381 ലെവൽസും ആയിരുന്നു. അതിൻ്റെ ബോട്ടം ഫോം ചെയ്യുന്നത് 1932 42 ലെവൽസ് ആയിരുന്നു. അതായത് റാലി എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ 50% താഴെയാണ് അത് ബോട്ടം ഫോം ചെയ്യുന്നത്. 1932 അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബോട്ടം ഫോം ചെയ്ത് കഴിഞ്ഞ് പിന്നെ 25 വർഷം വേണ്ടി വന്നു ഡൗ ജോൺസിന് അതിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയ 381 ലെവൽസ് ക്രോസ് ചെയ്യാനായിട്ട്. കാരണം ഡൗ ജോൺസ് 1929 അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രീച്ച് ചെയ്യുന്നത് 1954 മാത്രമാണ്. അതായത് 1929 ഡൗ ജോൺസിൻ്റെ ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 25 വർഷം വേണ്ടി വന്നു അയാളുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനായിട്ട്. അതിനുശേഷം അമേരിക്ക കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുന്നത് 1987 കാരണം ബ്ലാക്ക് മൺഡേ എന്നറിയപ്പെടുന്ന ഒക്ടോബർ 1987 ഡൗ ജോൺസ് ഒറ്റ ദിവസം 22% ആണ് താഴ്ന്നത്. പക്ഷേ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക്രാഷിൽ നിന്ന് മാർക്കറ്റ് പെട്ടെന്ന് തന്നെയാണ് റീകവർ ചെയ്തതും പിന്നെ പുതിയൊരു ലൈഫ് ടൈം ഹൈ ഫോം ചെയ്തതും. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും വലിയ ക്രാഷ് എന്ന് പറയുന്നത് 92 2000 2008 പിന്നെ 2015 ആ ക്രാഷസിൽ നിന്നൊക്കെ മാർക്കറ്റ് റീകവർ ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ 92 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിന്ന് മാർക്കറ്റിന് റീകവർ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 8 വർഷം എടുത്തു. അതിനുശേഷം സംഭവിച്ച 2000 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിന്ന് മാർക്കറ്റിന് റീകവർ ചെയ്യാൻ ഏകദേശം 2-3 വർഷമാണ് എടുത്തത്.
അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ക്രാഷ് സംഭവിക്കുന്നത് 2008 അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും മാർക്കറ്റിന് ഏകദേശം 2 വർഷമാണ് എടുത്തത്. 2008 ശേഷം ഒരു 50% കറക്ഷൻ പിന്നെ നമ്മുടെ മാർക്കറ്റ് കണ്ടിട്ടില്ല. അതിനുശേഷം സംഭവിച്ച 2 കറക്ഷൻസ് എന്ന് പറയുന്നത് 2010 ശേഷവും അതുപോലെ 2015 ഈ 2 സമയത്തും ഓൾമോസ്റ്റ് 1 ഇയർ കൊണ്ടാണ് റിക്കവർ ചെയ്തത്. 2015 ശേഷം നമ്മുടെ മാർക്കറ്റ് ഒരു 25% മേലെ കറക്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2008 ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ക്രാഷ് എന്ന് പറയുന്നത് അത് 2020 ഈ ക്രാഷാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് എന്ന് പറയുന്നത് ഒരു റോഡ് ആക്സിഡൻറ്റ് പോലാണ്. അതെന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുപോലെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഞാൻ ഉദ്ദേശിച്ചത് ഷോർട്ട് ടേമിൽ മാർക്കറ്റ് ആ രാജ്യത്തിൻ്റെ GDPയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആരാണെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണെന്നോ ഒന്നും കെയർ ചെയ്യുന്നില്ല. കാര്യം മാർക്കറ്റ് ഒരു ബാഡ് ന്യൂസ് വരുമ്പോഴത്തേക്ക് കയറാം, അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് വരുമ്പോഴത്തേക്ക് താഴാം. അതുപോലെ ഒരു ക്രാഷിൽ നിന്നുള്ള റീകവറി എന്ന് പറയുന്നത് V ഷേപ്ഡ് ആകാം, അല്ലെങ്കിൽ U ഷേപ്ഡ് ആകാം, അല്ലെങ്കിൽ L ഷേപ്ഡ് ആകാം. അതെന്ന് പറയുന്നതും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ലോങ് ടേമിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇതുപോലെ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സോ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ട്സോ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ ആ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഏറ്റവും നല്ല റിട്ടേൺസ് ഡെലിവർ ചെയ്യുന്നത്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.